ശീലിപ്പാണ്. പല്ല് തേച്ചോട്ട് തുടങ്ങാം. രാവിലത്തെ ഫസ്റ്റ് പരിപാടി അലക്കായിരുന്നു. കൊതി മാറാൻ കഴിക്കാൻ പാകത്തിന് അത്യാവശ്യം മാങ്ങയൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അബിയു കഴിച്ചിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി. വെയിറ്റിങ്ങിലാണ്. ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് മീനുകൾക്ക് എല്ലാവർക്കും നേരത്തെ ഫുഡ് ഇട്ട് കൊടുക്കും. കുറച്ചുണ്ട് കേട്ടോ അതിനകത്ത്. കാർപ്പും ഗപ്പിയും സോട്ടയിലും. ഈ വർഷത്തെ ലാസ്റ്റ് അടയ്ക്ക പറിക്കല. ഏറെക്കുറെ എല്ലാം തന്നെ തീർന്നിരുന്നു. എനിക്കിന്ന് സ്പെഷ്യലി ചപ്പാത്തിയും മുട്ടയാണ്. ജോലിക്ക് ഇറങ്ങി ഇനി നേരെ മേപ്പാടിക്ക്. ഇന്നത്തെ റൂട്ട് അങ്ങോട്ടാണ്. എവിടെയൊക്കെ വേനലാന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൽ എപ്പോഴും പച്ചപ്പുണ്ടാവും. തളിർത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. എല്ലാ വെള്ളിയാഴ്ച ഈ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. മേപ്പാടി കൽപ്പറ്റ റൂട്ടിൽ 2 ചേച്ചിമാരെ അടുത്തുണ്ട് ചായക്കടയുണ്ട്. അടിപൊളി ചായ, നല്ല ചൂടൻ പഴംപൊരിയും കിട്ടും. എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായ വന്നു, പഴംപൊരി വന്നിട്ടുണ്ട്. ടേസ്റ്റ് നല്ല ഉള്ളതുകൊണ്ട് ഒരെണ്ണൂടി വാങ്ങി. ഇതാണ് മേപ്പാടി ടൗണിൻ്റെ ഏറ്റവും സെൻറ്ററായിട്ടുള്ള ഏരിയ. മേപ്പാടിയിൽ നിന്ന് വർക്കും തീർത്ത് നേരെ ഓടിയ വടുവഞ്ചാലിലേക്കാണ്. വെയിലിന് ഒരു കുറവില്ല കേട്ടോ, ഭയങ്കര ചൂട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ജ്യൂസ് കടയാണ് കേട്ടോ. അമ്പലവയൽ ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. നല്ല അടിപൊളി ഹണിബോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസ് കിട്ടും ഇവിടെ. ഇവരുടെ ഒരു ഷോപ്പ് വരുന്ന അമ്പലവയൽ ടൗണിനോട് തൊട്ടടുത്താണ് കേട്ടോ. നമ്മളെ വടുവഞ്ചാൽ പോകുന്ന റൂട്ടിലാണ്. അത്യാവശ്യം എല്ലാ മാവും പോയിട്ടുണ്ട്. സീസൺ അത്യാവശ്യം കാമ്പഴം കഴിക്കാൻ നല്ലോണം ഉണ്ടാവും. പൂക്കളുടെ സീസൺ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനി ബോഗൺവില്ലയുടെ ടൈമോ. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. വലിയതും ചെറുതുമായിട്ട് ഒരുപാട് ബോഗൺവില്ലകളുടെ കൂട്ടമായിട്ട് നിൽക്കുന്നു. കാഴ്ചകളൊക്കെ കണ്ടു വന്ന അടുത്തെത്തി മീനങ്ങാടിയാണ്. ഇവിടെ ഒരു 1-2 ഷോപ്പുകളുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് 4 മണിക്കത്തെ സ്പെഷ്യലാണ്. ഒരു കോഫി, ഒരു സാൻഡ്വിച്ച്. ഇപ്പോൾ ഉള്ളത് കേണിച്ചറിയാം. കഴിഞ്ഞ ദിവസം മേടിച്ച HDMI കേബിൾ വർക്കാവുന്നില്ല. അപ്പോൾ വേറൊരെണ്ണം മാറ്റി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അത് വാങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ.